എന്താ പിച്ചു പറയുന്നേ? ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. നല്ല രസമാണ്ടി. അതെ, ഇവിടെ എവിടെയാ ഡാർക്ക് ഫാന്റസി? മാമന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത സമയമാ. നിങ്ങൾക്ക് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാം. ഓ, നല്ല ചേലായിപ്പോയി. ആർക്ക് വേണം ആന്റിയുടെ ഉണ്ണിയപ്പം? എന്റെ അച്ഛനോട് പറഞ്ഞാൽ ഡാർക്ക് ഫാന്റസി ഇപ്പൊ കൊണ്ടുതരും. ആ ശരിയാ, കരുണന്റെ കയ്യിൽ പൂത്ത കാശ. അവനോട് ഒരു ഡാർക്ക് ഫാന്റസി കൊണ്ടുവരാൻ പറ. പക്ഷേ ഞാൻ പറയില്ല. കരുണൻ ചിറ്റപ്പം പിശിക്കണ. ഇനി ഞാൻ കാതർക്കാനോട് തന്നെ പറയാൻ കൊണ്ടുവരാൻ. ഉഷിരാമ്പെത്തി പെൺകുട്ടി മുത്തുപ്പേട്ടി തരികിട കാട്ടി ഈ കുട്ടി മൊയ്തീൻ കൂട്ടി. പറച്ചോനെ, നമ്മളെ അനിയന്റെ കടയിൽ നിന്ന് ഓശിന് കിട്ടിയതാന്ന് ഇവന്മാര് മനസ്സിലാക്കോ? മനസ്സിലാക്കിയാലും കുഴപ്പമില്ല. ആ ഗോപൻ നമുക്ക് കൊറേ കാശ് തരാനുള്ളതാണ്. ഈ പേരും പറഞ്ഞ് എല്ലാം വാങ്ങിച്ചെടുക്കണം. അതേ ഖാദർ വരുന്നുണ്ടല്ലോ. ഹായ് കാതർക്ക. ഓ, വിച്ച് ഡാർക്ക് ഫാന്റസി. മോനെ ബിച്ചു, ഇതാ ഇജ്ജ് പറഞ്ഞ ഡാർക്ക് ഫാന്റസി ലിമിറ്റഡ് എഡിഷൻ ആണ് കേട്ടാ. നമ്മൾ ഗൾഫിൽ നിന്ന് വരുത്തിയതാണ്. അയ്യോ, അപ്പൊ കാശ് കുറെ ആവുമല്ലോ. കാശ് എത്രയായാലും ഇപ്പൊ തരാനില്ല കാതറെ, പിന്നെ തരാം. എന്റെ അച്ഛന്റെ കയ്യിൽ കുറെ കാശുണ്ട്. പക്ഷേ തരില്ല. അതല്ലേ ഞങ്ങൾക്കറിയാം. വെറുതെ അല്ലാതെ പൂത്ത കാശെന്ന് പറഞ്ഞു. ഇതിനെത്രയാ കാതർക്ക? ഇത് വേറെ 80 ഉറുപ്പിയുള്ളൂ മോനെ ബിച്ചു. വേണമെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം കൂടി നമ്മൾ തരാം. ഓ വേണ്ട, ഒരെണ്ണം തന്നെ ധാരാളം. അയ്യോ കാതർക്ക, ദേ നോക്കിയേ, ഇതില് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ഫ്രീ ആണോ? എവിടെ? നമ്മൾ കണ്ടില്ലല്ലോ. പറച്ചോനെ, ശരിയാണല്ലോ, ഇത് ഫ്രീ ആണ്. ഈ ഫ്രീ കിട്ടുന്ന ബിസ്ക്കറ്റ് വന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയതായല്ലേ. വേഗം പോയി ശരിക്കുള്ള ബിസ്ക്കറ്റ് കൊണ്ടോ കാതർക്ക. പറച്ചോനെ, നമ്മളെ പറ്റിച്ചല്ല. മോനെ ബിച്ചു, നമ്മൾ അനിയെ മൊയ്തീൻകുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വന്നു. പക്ഷേങ്കിൽ അതിങ്ങനെ ഫ്രീ ആയിരിക്കും നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ പോയിട്ട് ഇതിന്റെ കൂടെയുള്ള ബിസ്ക്കറ്റ് എടുത്തിട്ട് വരാൻ കേട്ടാ. ഈ ഫ്രീ ബിസ്ക്കറ്റ് നിങ്ങൾ എടുത്തോളി. ആ ശരി, വേഗം പോയി വാ. എന്തൊരു തൊന്തരവാണ് പൊന്നോ. ഈ പായമാരൊക്കെ പറ്റിക്കാൻ വെച്ച് നമ്മൾ എങ്ങനെ എപ്പോഴും പെടുന്നത്. എന്നാലും നമ്മളെ മൊയ്ഞ്ഞുകുട്ടി തന്നെ നമുക്കിട്ട് പണി തന്നല്ല കച്ചോനെ. അരികിട കാട്ടി ഈ കുട്ടി മൊയ്തീൻ കൂട്ടി. അല്ല മാമ, എനിക്കൊരു സംശയം. ഈ ബിസ്ക്കറ്റ് എന്തായാലും ഫ്രീ അല്ലേ, നമുക്കിത് എടുത്താലോ? വേണ്ട ബിച്ചു, കാതർക്ക് ബിസ്ക്കറ്റ് എടുക്കാൻ പോയേക്കുമല്ലേ, പിന്നെ എന്തിനാ? അതൊന്നും വേണ്ട. എനിക്ക് ഡാർക്ക് ഫാന്റസി കൊണ്ട് പനിയാരം ഉണ്ടാക്കി താ ആന്റി. ഇപ്പൊ വന്നില്ലേ ബിസ്ക്കറ്റ്, പിന്നെ എന്താ? അല്ലെങ്കിലും എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. ഫ്രീ കിട്ടിയ ബിസ്ക്കറ്റ് അല്ലേ, കാശ് കൊടുക്കണ്ടല്ലോ. കാതർക്ക് വരുമ്പോ വേണ്ട അത് പറഞ്ഞാ മതി. പിന്നെ കാതർ എന്താ പൊട്ടനാണോ? ഫ്രീ കിട്ടിയ ബിസ്ക്കറ്റിന്റെ കാശ് വരെ അവൻ ആ ബിസ്ക്കറ്റിൽ കൂട്ടി വാങ്ങും. അവൻ വില്ലൻ. എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ ഡാർക്ക് ഫാന്റസി ഇല്ലേ, അത് വെച്ച് എനിക്ക് പനിയാരം ഉണ്ടാക്കി താ ആന്റി. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് കൊതിച്ചിരിക്കായിരുന്നു. ശരി, ഞാൻ നോക്കട്ടെ. വേഗം ആവട്ടെ ആന്റി. നീ ഒന്ന് അടങ്ങി നിക്ക് ബിച്ചു.
നീ പറഞ്ഞ ഡാർക്ക് ഫാന്റസി പനിയാരം കഴിക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. എല്ലാരും കഴിച്ചോ നോക്ക്. എല്ലാരും കഴിച്ചോ? ഞാനല്ലേ ഇത് ഉണ്ടാക്കാൻ പറഞ്ഞത്. കാണാനില്ല, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് അടി. യമി. അയ്യോ ദേ കാതർക്ക വരുന്നു. ഒന്നും പറയണ്ട മോനെ ബിച്ചു, ഞമ്മക്കൊരു അബദ്ധം പറ്റി. ഇതായിരുന്നു ഫ്രീ കിട്ടിയ ബിസ്ക്കറ്റ്. ഇതോ? അപ്പൊ മറ്റേ ബിസ്ക്കറ്റ് ഏതാ? അതാണ് ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബിസ്ക്കറ്റ്. ഇത് അതിന്റെ കൂടെ ഫ്രീ ഉള്ള ബിസ്ക്കറ്റ്. നിങ്ങൾ വേണമെങ്കിൽ ഇത് എടുത്തോ, അല്ലെങ്കിൽ 2 ബിസ്ക്കറ്റും കൂടി 150 റുപ്യ തന്നാൽ മതി. അതെങ്ങനെ ശരിയാവും? ആ ബിസ്ക്കറ്റ് ഫ്രീ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ പനിയാരം ഉണ്ടാക്കി തീറ്റയും കഴിഞ്ഞു. വേണമെങ്കിൽ ഒരു അപ്പുറത്ത് തിന്നോ. അപ്പൊ നമ്മുടെ കാശ്? ഫ്രീ ആയ ബിസ്ക്കറ്റിന് എന്തിനാ കാതർക്ക് കാശ് തരുന്നേ? ഞങ്ങൾക്ക് ഫ്രീ ആയ ബിസ്ക്കറ്റ് മാത്രം മതി. ഈ ബിസ്ക്കറ്റ് കാതർക്ക് തിരിച്ചു കൊടുത്ത് കാശ് മേടിച്ചോ. പഠിച്ചോനെ, ഇവന്മാരേറ്റ് ഏത് കച്ചവടത്തിന് നിന്നാലും ഞമ്മക്ക് ഇത് തന്നെയാണല്ലേ വിധി. ഞമ്മന്റെ അനിയന്റെ കടയും പൂട്ടിക്കുന്ന തോന്നുന്നു.